ഹായ് ഫ്രണ്ട്സ്, മല്ലുബ്രോ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെറൈറ്റി എന്നൊക്കെ പറയാമെങ്കിലും ഈ സാധനം നമുക്ക് എല്ലാവർക്കും പരിചയമാണ്, ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച്. നമുക്ക് മട്ടനും ബീഫും ചിക്കനൊക്കെ ഉണ്ടെങ്കിലും കക്ക ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരം തന്നെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ചില ടൈമിന് നമുക്ക് ബീഫിലോ ചിക്കനിലോ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇത് കക്ക ഇറച്ചി എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അതിന് അത്യാവശ്യമായ സാധനങ്ങൾ പച്ചമുളക്, അതുപോലെ തന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നീ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. കൂടെ കുരുമുളകും പെരിഞ്ചീരവും നമുക്ക് പൊടിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സാധനമുള്ളൂ. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ വേമ്പനാട്ടുകാലിൻ്റെ അരികത്തുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മിക്കവർക്കും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം വിലയൊന്നും ഉണ്ടായില്ല. അപ്പം എന്നാലും ഇത് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ വരെ നല്ല ഡിമാൻഡുള്ളതാണ്. അതുപോലെ നമ്മുടെ തീരദേശം വിട്ടിട്ടുള്ള ഏരിയയിലൊക്കെ ഇത് കിട്ടാനും ഭയങ്കര പാടാണ്. കോഴിക്കോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കല്ലുമ്പക്കായും ഇതൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ കക്കയിറച്ചിയുടെ ടേസ്റ്റൊന്നും അതിന് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇറച്ചി നേരെ ചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് സവാള അരിഞ്ഞിട്ട സാധനങ്ങൾ ഇട്ടു. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചൂടായി വരുമ്പോൾ നമ്മുടെ കക്കയിറച്ചിയിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വരുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ടേക്കണം കേട്ടോ, മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടേക്കണം. അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരുവിധം റബ്ബർ പോലെയുള്ള ഇതൊക്കെ മാറി നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ആദ്യമേ. അത് കഴിഞ്ഞ് ഇത് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ മിക്സിയൊന്നും യൂസ് ചെയ്യാതെ പെരിഞ്ചീരകവും കുരുമുളകും നമുക്ക് നമ്മുടെ കല്ലായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ കിട്ടും. ജസ്റ്റ് ഒന്ന് ഇത് പെരിഞ്ചീരകമൊക്കെ ഒന്ന് ഇതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. ഇത് കല്ലിലൊക്കെ ഇപ്പോൾ അരച്ചെടുക്കുകയും അതുപോലെ തന്നെ ഇത് പൊടിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്താ മിക്സിയിലിട്ട് കഴിയുമ്പോൾ ഓവർ ഹീറ്റ് ആകുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഇതിന് അത്ര ടേസ്റ്റൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വെന്ത കറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക. ഈ കടുക് വറുതളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മലയാളികൾക്കൊക്കെ അതൊരു മെയിൻ സാധനം തന്നെ. അപ്പോൾ കടുക് വറുതളിച്ച് അതിലേക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കക്കയിറച്ചി ഇട്ട് വേവിച്ച് വെച്ച കക്കയിറച്ചി ഇട്ട് അതിലേക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞ് അത് വെന്ത് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും പെരിഞ്ചീരകവും ഇട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയൊക്കെ കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെല്ലാം വേറൊരു കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.